കിരൺ ദീപുവിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അല്ലേ? കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും സുപരിചിതനാണ് കിരൺ ദീപു. അദ്ദേഹത്തിൻ്റെ ചാനലും നിങ്ങൾക്ക് സുപരിചിതമാണ്, നിക്കീസ് കഫേ എന്ന പേരിൽ. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ദീപു എങ്ങനെ ഇതിലേക്ക് വരാൻ സാഹചര്യമുണ്ടായി എന്ന് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനും സാഹചര്യം ഒരുക്കിയത് അല്ലെങ്കിൽ ആ ഒരു ഉത്തേജനമായത് ആശ്രയം തന്നെയാണെന്നാണ്. ആശ്രയത്തിൻ്റെ വേദികളിൽ ഇതുപോലെയുള്ള പുസ്തക പ്രകാശനങ്ങൾ കണ്ടപ്പോൾ എനിക്കും എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. എഴുതാനെടുത്ത വിഷയവും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്നുവെച്ചാൽ നിക്കീസ് കഫേയിലൂടെ, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വർക്ക് പ്രൊഫഷണലായി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പക്ഷേ അദ്ദേഹം നിക്കീസ് കഫേ എന്ന ചാനലിലൂടെയും അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിലൂടെയും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ ചിന്ത ഉണർത്തുന്ന പല വിഷയങ്ങളുമാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പുസ്തകം എന്തുകൊണ്ട് എനിക്കും എഴുതിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടിൽ നിന്നും വേറിട്ട ഒരു വിഷയമാണ് അദ്ദേഹം പ്രതിപാദനം ചെയ്തിരിക്കുന്നത്. ആ ബുക്കിൻ്റെ പേരും വ്യത്യസ്തം തന്നെ, ദൃശ്യം അദൃശ്യം. ആ പേരിൽ നിന്നും നമുക്കൊരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലേ? എല്ലാ കാര്യങ്ങളും ദൃശ്യമല്ല, അദൃശ്യമായ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖത്ത് നല്ല ചിരിയില്ലേ? പക്ഷെ ആ ചിരി യഥാർത്ഥമായിരിക്കണമെന്നില്ല അല്ലേ? ഒരു ഒട്ടിച്ചു വെച്ച ചിരിയോടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കണ്ണാടിയുടെ മുൻ പ്രതലം നമുക്ക് ദൃശ്യമാണ്, പക്ഷേ എൻ്റെ പുറകു സൈഡ് നോക്കുമ്പോൾ നമുക്കറിയോ? ഇല്ല. അപ്പോൾ ഓരോ മനുഷ്യരുടെയും ദൃശ്യമായ അദൃശ്യമായ രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ആ അദൃശ്യമായ വശങ്ങളെ കണ്ടെത്തി അവരെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ദീപു ഈ പുസ്തകത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ചിരിക്കുന്ന മുഖങ്ങളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ പല ആംഗിളിൽ നിന്ന് ചിന്തിച്ചാൽ, ഇപ്പോൾ അമ്മയാട്ടെ, അല്ലെങ്കിൽ ഒരു സഹോദരനാട്ടെ, മകനാട്ടെ, സുഹൃത്താകട്ടെ, അധ്യാപകനാകട്ടെ, ഏത് നിലയിൽ ചിന്തിച്ചാലും നമ്മൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് എല്ലാവരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണമെന്നുമില്ല. ഇപ്പോൾ ഒരു കുടുംബം അവർ സന്തോഷമായിട്ട് തോന്നുമെന്ന് വിചാരിച്ചാലും അതിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രം അല്ലേ? അതിൽ ശ്യാമളയെ നിങ്ങൾ മറക്കാൻ ചാൻസ് ഇല്ല. ഒരു അബ്യൂസ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഒരു ശാരീരികമായ പീഡനം മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് മാത്രമാണോ പീഡനം സ്ത്രീ അനുഭവിക്കുന്നത്? അതിൽ ശ്യാമള എന്തെല്ലാം തരം വേദനകൾ അനുഭവിക്കുന്നുണ്ട്. ആ സ്ത്രീ ഒറ്റയ്ക്ക് ആ ഭർത്താവിൻ്റെ നിരുത്തരവാദിത്തമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് ആ സ്ത്രീ എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിക്കുന്നു. അതും ഒരു തരത്തിൽ പീഡനം തന്നെയല്ലേ? പിന്നെ ഞങ്ങളുടെ തലമുറയിൽ നമ്മൾക്ക് പഠിപ്പിച്ചു വെച്ചാൽ എന്താ? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. പക്ഷെ നമ്മളത് സന്തോഷത്തോടെ ചെയ്യുന്നു അല്ലേ? കാരണം ഞങ്ങളിങ്ങനെയാണ്, നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ഐഡിയൽ സ്ത്രീ എന്ന് നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കതിൽ പരാതിയൊന്നുമില്ല. കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഒരുപാട് ആത്മഹത്യകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിൽ വായിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്കാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. ഞങ്ങളുടെ തലമുറയിൽ ഇത്രയും ആത്മഹത്യ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ നമ്മൾ സഹിച്ചിരുന്നു, കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങൾ സഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കുട്ടികളെ തുറന്നു പറയാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വാതന്ത്ര്യം, അച്ഛനായാലും അമ്മയായാലും, തിരിച്ച് ഭാര്യയും ഭർത്താവും ആണെങ്കിലും ഒരു സുഹൃത്തിനോടാണെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ പാതി കാര്യങ്ങളായി. പിന്നെ അതുകൊണ്ടും ഇപ്പം നമ്മൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന നല്ല സുഹൃത്തുക്കളാവാം അല്ലേ? അവരുടെ കാര്യങ്ങൾ കേൾക്കാം, നമ്മൾക്ക് അതിന് പ്രതിവിധി പറയാം. പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും അതിനുള്ള ഒരു റെമഡി കണ്ടെത്തുകയും കൂടി ചെയ്തെങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. അതാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഈ വക സമൂഹത്തിലെ ധാരാളം വിവിധ തലങ്ങളിലുള്ള അബ്യൂസുകളെ എങ്ങനെ നേരിടാമെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്നും, അത് മാത്രം കൊണ്ട് അതിനുള്ളിൽ എൻ്റെ ദുഃഖം എന്നും പറഞ്ഞ് ആ ചട്ടക്കൂടിൽ ഇരിക്കുന്നവരുണ്ട്. അവരെ പുറത്തു കൊണ്ടുവരും. ഏതൊക്കെ വഴിയിൽ, ഇപ്പം നിയമത്തിൻ്റെ വഴികൾ ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോ അനലിസ്റ്റിനെ കണ്ടാൽ എന്തൊക്കെ ചെയ്യാം. ഒരു സൈക്കോ അനലിസ്റ്റിനെ കണ്ടു എന്ന് വെച്ച ഉടനെ നിങ്ങൾ മാനസിക വിഭ്രാന്തി ഉള്ളവരാണെന്ന് പറയുന്ന ചിന്തയുള്ള പലരും ഉണ്ടാവും അല്ലേ? അങ്ങനെ അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരണം എന്ന് പറയുന്ന വിവിധ വഴികളും ഒക്കെയാണ് ഇദ്ദേഹം തൻ്റെ ബുക്കിലൂടെ കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പലരും സൈക്കോളജിസ്റ്റുകളുണ്ട്, ലോയേഴ്സ് ഉണ്ട്. അങ്ങനെ അതുപോലുള്ള സുഹൃത്തുക്കളുമായുള്ള ചർച്ചകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഈ ബുക്കിലൂടെ പ്രതിപാദിക്കുന്നത്. അപ്പം
ഇപ്പം നിലനിന്ന് വരുന്ന ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൂടെ, ചുമ്മാ ഇന്നത് ചെയ്യാമെന്നല്ല, നിങ്ങൾ ഇന്ന പ്രശ്നത്തിന് ഇന്നയാളെ സമീപിച്ചാൽ അതിനൊരു കാര്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഇന്ന് സ്ത്രീകൾ, കുട്ടികൾ ആരും, അങ്ങനെ സ്ത്രീകൾക്കെന്ന് മാത്രം എന്ന് പറയുന്നില്ല, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമതകളിൽ നിന്നും പുറത്തു വരികയും അതിൽ നിന്നും അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യുകയാണ് ക്യാമറയിൽ കൂടി ഇദ്ദേഹം ചെയ്യാറുള്ള പോലെ തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തൻ്റെ ക്യാമറ കണ്ണുകൾ വഴി നോക്കി അതിനെ പുറത്തെത്തിക്കുകയും അതിനെ ഒരു നല്ല ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ ഈ ഒരു പുസ്തകം വായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ മനുഷ്യനാവും. നമ്മുടെ കുറേ പഴയ ചിന്താഗതികൾ നമ്മൾ മാറ്റും. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ആപ്റ്റായിട്ടുള്ള ആളെ സമീപിക്കുകയും അതിനുള്ള ഫലങ്ങൾ കണ്ടെത്തുകയും പുറത്തു വരികയും വേണം എന്നുള്ളൊരു ചിന്തയും, നമുക്ക് പല മാറ്റങ്ങളും സമൂഹത്തിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ എന്നുള്ള ഒരു ചിന്തയും ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ സമൂഹത്തിനൊരു മാർഗനിർദ്ദേശവും ഒരു പുതുവഴിയും കണ്ടെത്തുന്ന ഒരു കണ്ണാടി തന്നെയാണ്. അദൃശ്യമായതിനെ കൂടെ ദൃശ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല ഒരു ദർപ്പണമാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്ക്. എല്ലാവരും വായിക്കുക. സന്തോഷം. നന്ദി. താങ്ക് യു ശ്രീമതി ബിന്ദു നമ്പൂതിരി. പുസ്തക പ്രകാശനമാണ്. പുസ്തകം പ്രകാശിപ്പിക്കാനായി ശ്രീ ഡോക്ടർ PM ഗിരീഷ് അവർകളോട് അഭ്യർത്ഥിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങാനായി ശ്രീ ഡോക്ടർ AV അനൂപ് അവർകളോടും അഭ്യർത്ഥിക്കുന്നു. കിരൺ ദീപു കൂടി, ശ്രീ കിരൺ ദീപു ഈ സമയത്ത് വേദിയിൽ വരാനായി അഭ്യർത്ഥിക്കുന്നു. പുസ്തക പ്രകാശനത്തിനായി ശ്രീ ഡോക്ടർ PM ഗിരീഷ്, പുസ്തകം ഏറ്റുവാങ്ങാനായി ശ്രീ ഡോക്ടർ AV അനൂപ്. താങ്ക് യു സോ മച്ച്. പുസ്തക പ്രകാശനം സമാപിച്ചിരിക്കുകയാണ്.